ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു പാർട്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി ഓൾറെഡി അല്പം ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. നമ്മളൊരു ഗ്രാഫ് വരച്ച് അതിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് വാല്യൂ എന്താണെന്നുള്ളതും. ഓക്കെ, ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾറെഡി അറിയായിരിക്കും ചെറിയ ക്ലാസ്സുകളിൽ നിന്ന്. എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ. നമുക്ക് റീക്യാപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു എക്സ് വൈ ആക്സിസ് ആണ് ഉണ്ടാവാറ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ, അല്ലേ? ഹൊറിസോണ്ടൽ ഇതിന് എക്സ് എന്ന് പറയും, അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള ലൈനിനെ വൈ എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, 4,2. ഇപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന പോയിൻ്റ് 4,2 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. രണ്ടാമത് നമ്മളെപ്പോഴും എഴുതുന്നത് വൈ കോർഡിനേറ്റ് ആണ്. അതായത് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ പോയിൻറ്റിന് നേരെ താഴെ എക്സ് ആക്സിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വാല്യൂ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റിന് നമുക്ക് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ എക്സിൽ 4ലാണ് എത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 4 ആവുന്നത്. അതുപോലെ ആ പോയിൻറ്റിൻ്റെ നേരെ വൈയുടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് 2 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വൈ കോർഡിനേറ്റ് 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 2,3. ഓക്കെ, അപ്പോൾ എക്സിൽ 2, വൈയിൽ 3. 0,0 എന്ന് പറയുമ്പോൾ ആ എക്സും വൈയും ആക്സസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എപ്പോഴും 0,0 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നെഗറ്റീവ് ആവാം. ഇപ്പം -3,1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ -3, വൈയിൽ 1. ഓക്കെ, അതുപോലെ പോയിൻറ്റ്സ് വരാം. കാരണം ഈ 2യുടെയും 3യുടെയും ഇടയ്ക്കാണ് നമുക്ക് 2.5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ -2.5 എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഒരു -2യുടെയും -3യുടെയും മിഡിലായിട്ട് വരും. അതുപോലെ ഇവിടെ -1.5 എന്ന് വരുമ്പോൾ 1ൻ്റെയും 2യുടെയും മിഡിൽ. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുമ്പോൾ -1.5ഉം -2.5ഉം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ 10th പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല എന്നാണ് പറയുക. ഇപ്പം നമുക്ക് ഈ പോയിൻറ്റ്സ് എഴുതാൻ അറിയാം, പക്ഷെ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഈ പോയിൻറ്റും, അതായത് ഈ -3,1 എന്നുള്ള പോയിൻറ്റും 2,3 എന്നുള്ള പോയിൻറ്റും, ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ആ ലൈനിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്കൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് നേരെ മെഷർ ചെയ്താൽ മതി, ആ വാല്യൂ കിട്ടും. ഓക്കെ, പക്ഷേ നമുക്കിപ്പോൾ 2 പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രാഫ് വരച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നമുക്കതിനൊരു ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. അപ്പോൾ ആ ഫോർമുല എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ 2 പോയിൻ്റ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് എ എന്നുള്ളത്. എയുടെ x1 y1 ആണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്ന് വെച്ചോ. ഓക്കെ, എ എന്ന് പറയുന്നത് x1ഉം y1ഉം ആണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി വാല്യൂ അറിയാം നമുക്ക്, 1 ആണത്. അപ്പോൾ അത് തൽക്കാലം ഇവിടെ എഴുതി വെച്ചേക്കാം. 1 ആണ് എയുടെ കോർഡിനേറ്റ്സ്. ഓക്കെ, അതിന് x1 y1 എന്ന് എടുത്തോ. കാരണം നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ജനറൽ ടേംസിലല്ലേ എഴുതേണ്ടത്, നമുക്കിവിടെ നമ്പർ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് x1 y1 എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു പോയിൻ്റ് ബി. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് ബി. അത് x2 y2 ആണെന്ന് വെച്ചോ. ബി എന്ന് പറയുന്നത് x2 y2. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ബി എന്നുള്ളത് എന്താണ്, 5,6 ആണ്. 5,6 ആയിരിക്കും ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എ ബിയുടെ ലെങ്ത് എത്രയാണെന്നാണ് നോക്കേണ്ടത്. ലെങ്ത് ഓഫ് എ ബി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റ് സി എന്നും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, അല്ലേ? റൈറ്റ് ട്രയാങ്കിളാണ്. അതിനുശേഷം എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? പൈത്തഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ ഈ എ സിയുടെ ലെങ്ത്ത് നോക്കാം. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, x1 y1 x2 y1. ഓക്കെ, അതായത് y രണ്ടിടത്തും സെയിം ആണ്, അല്ലെങ്കിൽ ആ 2 പോയിൻറ്റിൻ്റെയും വൈയുടെ വാല്യൂ എന്താണ്, 1 ആണ്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് എക്സ് മാത്രമല്ലേ മാറുന്നുള്ളൂ. അപ്പോൾ ഈ ലെങ്ത്ത് നമ്മളിപ്പോൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇപ്പോൾ ഇത് 1 മുതൽ 5 വരെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 - 1, അതായത് ഈ ലെങ്ത്ത് നമുക്ക് 4 കിട്ടും. അതുപോലെ ഈ ലെങ്ത്തോ, ഈ B to C, ഓക്കെ, ഈ ലെങ്ത്ത് നമ്മൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ 6 മുതൽ 1 വരെയാണ്. അപ്പോൾ 6 - 1 5 എന്ന് ലെങ്ത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് 4ഉം ഈ ലെങ്ത്ത് 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? AC അല്ലേ. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പോയിൻ്റ് ഈ x2 - x1 ആണ്, അതായത് 5 - 1 ആണ്. അപ്പോൾ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് BC എന്ന് പറയുമ്പോഴോ ഇതാണ് BC. ഇപ്പോൾ BCയുടെ എങ്ങനെയാണ്? ഇവിടെ എക്സ് സെയിം ആണ് അല്ലേ, രണ്ടും x2 ആണ്. ആകെ y മാത്രം വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. അപ്പോൾ y2 - y1, അതായത് 6 - 1. ഓക്കെ, y2 - y1 ആണ് BC എന്ന് പറയുന്നത്. അപ്പോൾ y2 - y1 ഇതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് AB എന്തായിരിക്കും? ഇത് AB സ്ക്വയർ ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെയാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും കൂടി എഴുതാം. 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. A എന്നുള്ളത് x1 y1ഉം B എന്നുള്ളത് x2 y2 ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B നമ്മൾ D എന്നാണ് ഡിനോട്ട് ചെയ്യുക. D ഈക്വൽ ടു √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഫോർമുല പഠിക്കേണ്ടത്. പക്ഷെ അത് പൈത്തഗോറസ് തിയറത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ആ ഒരു ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോയിൻ്റ് 3,2ഉം B എന്നുള്ള പോയിൻ്റ് 5,6 ആണെന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരെണ്ണത്തിന് x1 y1 എന്ന് എടുക്കുക, അതുപോലെ മറ്റേത് x2 y2 എന്ന് എടുക്കുക. ഓക്കെ, അതിപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. അതായത് B എന്നുള്ളത് x1 y1ഉം A എന്നുള്ളത് x2 y2 അങ്ങനെ എടുത്താലും ആൻസർ തെറ്റാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഫോർമുല എന്താണ്? D ഈക്വൽ ടു x2 - x1 ഹോൾ സ്ക്വയർ. അപ്പോൾ D ഈക്വൽ ടു x2 - x1. അപ്പോൾ ഇവിടെ എന്താണ്? x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്, മൈനസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3. ഓക്കെ, അപ്പോൾ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അപ്പോൾ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പോൾ 6 മൈനസ് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 ആണ്. ഓക്കെ, അപ്പോൾ 6 - 2 ഹോൾ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ മൊത്തത്തിൽ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 5 - 3 എന്ന് പറയുമ്പോൾ 2 എന്ന് വരും. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 6 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ ഇത് √2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. √4 + 16 അതായത് √20 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും AB എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു √20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ എളുപ്പമാണ്. ഡിസ്റ്റൻസ് ഫോർമുല മാത്രം ജസ്റ്റ് യൂസ് ചെയ്താൽ മതി ആ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോർമുല ഈ ചാപ്റ്ററിലുള്ളത്. അടുത്ത ഫോർമുല നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.